ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ പ്രതിഫലം, നമ്മൾ എന്താണ് കാക്ഷിക്കേണ്ടത് അല്ലെ? റബ്ബിന്റെ മഹത്തായിട്ടുള്ള ആ ഒരു സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എന്താണ് ഇവിടെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ആ ഒരു വിധത്തിൽ എല്ലാവരും നമ്മുടെ കർമ്മങ്ങൾ ആ ഒരു രീതിയിലാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ നിയ്യത്തിനെ എന്ത് ചെയ്യുക, നമ്മൾ പുതുക്കുക. ഇൻഷാ അല്ലാഹ് ഈ ഒരു ജൽസ അവൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ റബ്ബിന്റെ തൃപ്തിക്ക് അനുസരിച്ചിട്ട് അവൻ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അന്വജവും ശരിയായ സ്റ്റുഡന്റ് ആയിട്ടുള്ള സുമയ്യ മാലിമയാണ്. ഇൻഷാ അല്ലാഹ് അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സുമയ്യ മാലിമ സ്റ്റാർട്ട് ചെയ്തു. ഇൻഷാല്ലാ ഒറ്റ സെക്കൻഡ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ സൗണ്ട് നല്ലോണം കുറവുണ്ടോ? ധാന്യമാലിമ സലീഷ മാലിമല ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണ് മാലിമ. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹ് ഖൈർ. സലീഷത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും നിയത്ത് ഒന്നും കൂടി ഒന്ന് പുതുക്കിയിട്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. ഈ ഒരു ദിവസത്തിൽ, ഈ ഒരു സമയത്ത് അള്ളാഹുവിനെ പറ്റി സംസാരിക്കുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ പലതാണ്. ഇപ്പോൾ ഇതിൽ ഏകദേശം 100-ലധികം ആൾക്കാരുണ്ട്. 100 വ്യത്യസ്ത വീടുകളിരുന്നിട്ട് നമ്മൾ മറ്റെല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മാറി, ചിലപ്പോൾ ചില വീടുകളിൽ എല്ലാവരും ഒന്നിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക ഈ ഒരു ഹലക്കയിൽ അല്ലെങ്കിൽ ഈ ഒരു മുദാക്കിറയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർ ഒറ്റക്കൊറ്റക്കായിരിക്കും. എങ്ങനെയാണെങ്കിലും അള്ളാഹുവിനെ പറ്റി ഓർക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്തായാലും നമ്മൾ ഈ ഒരു സമയത്തിലേക്ക് മാറിയിരുന്നത്. അത് അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹു ആകാശത്തിരുന്ന്, നമുക്കെല്ലാവർക്കും ഒരു ഹദീസ് പരിചയമില്ലേ? അള്ളാഹുവിനെ പറ്റി ഓർക്കുന്ന ആൾക്കാരെ പറ്റി അള്ളാഹു തന്നെ പറയുന്നത് എന്താണ്? അന ഇൻദ ളന്നി അബ്ദി ബി വഅന മഅഹു ഇദാ ദക്കറനി. അവൻ എന്നെ ഓർക്കുന്ന സമയത്ത് ഞാൻ അവൻ്റെ കൂടെ ഉണ്ട്. പിന്നീട് അള്ളാഹുവോട് പറയുന്നത് എന്താ? അവൻ ഒറ്റക്ക് ഒരു സദസ്സിൽ വെച്ച് ഓർക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ ഒരു സദസ്സിൽ വെച്ചിട്ട് അവനെയും ഞാൻ ഓർക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണെന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടാവട്ടെ. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. നാളെ സ്വർഗത്തിൽ ഇതൊക്കെയാണ് നമ്മളുടെ കൂട്ടിനുണ്ടാവുക അല്ലേ? ഖബറിലും പരലോകത്തും മീസാനിലും നമുക്ക് സന്തോഷിക്കാൻ ഇതൊക്കെയാണ് ഉണ്ടാവുക. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പം ഏറെ മനോഹരമാണ് ഇതുപോലൊരു സദസ്സ് എല്ലാ ആഴ്ചയിലും. ഇതുപോലെ എന്നല്ല, അള്ളാഹുവിനെ ഓർക്കുന്ന ഏത് സദസ്സുകളും നമുക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റാന്നുള്ളത്. മലായിക്കത്തുകളുടെ സാന്നിധ്യമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഏതായാലും നമുക്ക് നമ്മളുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മളെല്ലാവരും അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട്, ഹിദായത്ത് കിട്ടിയത് കൊണ്ടും അതുപോലെ വിശ്വാസികളായതുകൊണ്ടുമാണ് ഇന്ന് നമ്മൾ അള്ളാഹുവിനെ പറ്റി ഓർക്കാൻ അങ്ങനൊരു ഒരു തൗഫീഖ് തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെ നമുക്ക് കിട്ടിയത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ വിശ്വാസികളായതുകൊണ്ടാണ്, ഹിദായത്ത് കിട്ടിയത് കൊണ്ടാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. കാരണം ഒരു പക്ഷേ ഇപ്പൊ മുസ്ലിം അല്ലാത്തവരുടെ കാര്യം നമ്മൾ തീരെ എടുക്കണില്ല. പക്ഷേ ഇസ്ലാം എന്നൊരു നാമത്തിനെങ്കിൽ ഇസ്ലാം എന്ന് കിട്ടിയവർക്ക് പോലും
എന്തില്ല എന്ന് പലർക്കും ഹിദായത്ത് യഥാർത്ഥമായിട്ടുള്ള ജീവിതത്തിൽ പകർത്തുന്ന ഒരു ഹിദായത്ത് ലഭിച്ചിട്ടില്ല. നമുക്ക് തന്നെ ഇതിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും പാസ്റ്റ് തന്നെ അങ്ങനെ ഉണ്ടാവില്ല. നമ്മളെ ജീവിതത്തിലുള്ള പാസ്റ്റ് തന്നെ അങ്ങനെ ഉണ്ടാവും. പിന്നീട് അള്ളാഹുവിന്റെ ഹിദായത്ത് ആ വെളിച്ചം മനസ്സിലാക്കിക്കൊണ്ട് ഈ വഴിയിലേക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നടക്കാൻ പറ്റിയ പലരും ഉണ്ടാവും. അപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മളെ പാസ്റ്റ് ഉണ്ടാവും, അതല്ലെങ്കിൽ മറ്റു പലരെയും നമ്മൾ ചുറ്റിലും കാണുന്നുണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ഹിദായത്ത് തന്നെ വലിയ തൗഫീഖാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ സമയത്ത് നമ്മളെല്ലാവരും ദീനിനെ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മനസ്സിലാക്കി ഓരോ അധ്യാപനങ്ങൾ പഠിച്ചു. അതിനുശേഷം പഠിച്ചത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചു. ഖുർആനിലെ ഓരോ ആയത്തുകളും തദബ്ബർ ചെയ്യാൻ തുടങ്ങി. അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഹദീസുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരുപാട് ഹദീസുകൾ നമ്മൾ പഠിച്ചു, മനസ്സിലാക്കി. അതിലുള്ള അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടു. പിന്നീട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമവും നമ്മൾ തുടങ്ങി. അങ്ങനെ നമ്മളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസിയാണ് എന്ന് മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതാണ് നമ്മളുടെ വിഷയം. അപ്പൊ അവിടെ എന്തുകൊണ്ട് പിന്നെ നമ്മളുടെ പോസ്റ്ററിൽ സ്വർഗമാണ് ലക്ഷ്യമെങ്കിൽ എന്ന് കൊടുത്തത്? ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് ഈ ഒരു വിഷയം, ഈ സംസാരത്തിന്റെ അവസാനത്തിൽ നമുക്കത് മനസ്സിലാവും. അതായത് ഈ ഒരു ആയത്ത് ഓരോരുത്തരുടെയും, ഞാൻ വിശ്വാസിയാണ് എന്ന് മനസ്സിലാക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിലേക്കുമാണ് ഞാനടക്കം, നമ്മളടക്കം, ഇനി സദസ്സിലുള്ളവരും ഇല്ലാത്തവരും, ഈ ഭൂലോകത്ത് മുഴുവനുള്ള കഴിഞ്ഞുപോയവരും ഇപ്പൊ ഉള്ളവരോടാണ് അള്ളാഹുവിന്റെ ചോദ്യം. എന്താണ് നമുക്ക് ആയത്തൊന്ന് ഓതി വെക്കല്ലേ? ബിസ്മില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആയത്ത് ഓതാനായിട്ടുള്ളൊരു എന്താ പറയാ ശക്തി ഇപ്പം ഇല്ല. ഞാൻ ജസ്റ്റ് ഇൻഷാ അല്ലാഹ് വളരെ സാധാരണ രീതിയിൽ പറഞ്ഞുതരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. حسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ഏതാണ് ഈ ആയത്ത്? സൂറത്തുൽ അൻകബൂത്തിലുള്ള 2-ാമത്തെ ആയത്താണ്. തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്ന അല്ലാഹു അല്ലദീന ആമനു വലയഅലമന്നൽ കാദിബീൻ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ചോദിക്കുകയാണ്, ആശയാണ് കേട്ടോ പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം, അതായത് ഞാൻ വിശ്വാസിയാണ്, ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ട്, 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം അങ്ങനെ അങ്ങ് നമുക്ക് ജീവിച്ചു പോവാനും സ്വർഗം കിട്ടും, അല്ലെ നാളെ അള്ളാഹുവിന്റെ ലിഖ കിട്ടും നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ അങ്ങ് ഇബാദത്ത് ചെയ്തു പോവാം, വിശ്വാസ കാര്യങ്ങളൊക്കെ ചെയ്തു പോവാം. വിശ്വാസിയാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളൊന്നും നേരിടാതെ ഈ ജീവിതത്തിൽ നിന്ന് കടന്നു പോകാം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യർ വിചാരിക്കുകയാണോ? തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു എന്താണ് പറയുന്നത്? വലഖദ് ഫതന്ന അല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുണ്ടായിരുന്നവരെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്, അപ്പോൾ സത്യം പറഞ്ഞവരാരെന്ന് അള്ളാഹു അറിയുക തന്നെ ചെയ്യും. കള്ളം പറയുന്നവരെയും അവൻ അറിയും. സുബ്ഹാനല്ലാഹ്. അതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം, അതാണ് അള്ളാഹുവിന്റെ ലക്ഷ്യം നമ്മളീ പരീക്ഷിക്കുന്നതിന് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. വളരെ കൃത്യമായിട്ടാണ് ആ 2 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ ആയത്ത്, ഇതിന്റെ അവതരണ പശ്ചാത്തലം നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇസ്ലാമിന്റെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 2 കാലഘട്ടങ്ങളാണ്. ഒന്ന് മക്കി കാലഘട്ടം, പിന്നീട് മദനി കാലഘട്ടം, അല്ലെ? ആ സമയത്ത് തുടക്കത്തിൽ നമുക്കറിയാം ഒരുപാട് പരീക്ഷണങ്ങളാണ് സഹാബാക്കൾക്ക്. ആദ്യ കാലഘട്ടം ഇസ്ലാം സ്വീകരിച്ചവര് പരീക്ഷിക്കപ്പെട്ടത്, നമ്മൾ ഓരോ ചരിത്രം വായിക്കുമ്പോഴും പലപ്പോഴും നമുക്കൊന്നും കേൾക്കാൻ പോലും നമുക്ക് താങ്ങാൻ പറ്റില്ല, കേൾക്കുന്നത് പോലും നമുക്ക് താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ അവര് നേരിട്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ അനുഭവിച്ച ആൾക്കാരുടെ അവസ്ഥ നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ആയത്തിന്റെ അവതരണം എന്നാണ് തഫ്സീറിൽ പറയപ്പെടുന്നത്. അപ്പൊ ആ സമയത്ത് അള്ളാഹു അവരോട് പറയാണ്, നിങ്ങൾ വിശ്വസിച്ചു, ഞാൻ
അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തി റസൂലിനെ അംഗീകരിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കപ്പെടാതെ അത് സത്യമാണോ അതല്ലെങ്കിൽ അതിന് ശക്തിയുണ്ടോ എന്ന് പരീക്ഷിക്കപ്പെടാതെ അങ്ങനെ അങ്ങ് നമുക്ക് എളുപ്പത്തിൽ ജീവിച്ച് മരിച്ച് അള്ളാഹുവിന്റെ ലിഖാവും സ്വർഗവും നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, അതങ്ങനെ നമുക്ക് ലഭിക്കൂല എന്നാണ് അള്ളാഹു പറയുന്നത്. ആ വിശ്വാസം എന്നുള്ളത് ഏത് പരീക്ഷണ ഘട്ടത്തിലും ഏത് തീച്ചൂളയിലും ഉള്ളിന്റെ ഉള്ളിലും നമ്മളുടെ ജീവിതത്തിലും എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് നമ്മളെ അലങ്കോലപ്പെടുത്താൻ പറ്റിയ ഏത് സാഹചര്യങ്ങളിൽ പോലും നമുക്കത് അത് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അത് അങ്ങനെയുള്ള വിശ്വാസമാണോ? അതല്ലെങ്കിൽ വെറും വാക്കുകൊണ്ടുള്ള വിശ്വാസമാണെങ്കിൽ എന്താ സംഭവിക്കാം? എന്തെങ്കിലും ഒന്ന് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു നോർമലിന് ഒന്നൊന്ന് തെറ്റിയാൽ മതി. ഏതെങ്കിലും ഒരു കാര്യത്തിന് താളം തെറ്റിയാൽ തന്നെ നമ്മളുടെ സ്വഭാവം മാറും, നമ്മളുടെ ഈമാന്റെ താളം മാറും, അതിന്റെ ലെവല് അതിന്റെ സ്കെയില് വളരെ അങ്ങ് താഴോട്ടേക്ക് പോകും. അപ്പൊ പിന്നെ അത് യഥാർത്ഥ വിശ്വാസമാണോ? അല്ല. എന്നാൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തില് അള്ളാഹുവിന്റെ ടെസ്റ്റിംഗ് എന്താ? ഇത് അത്രയും പവറുള്ള വേരുള്ള ഉള്ളുള്ള ഈമാനാണോ എന്ന് അള്ളാഹു പരീക്ഷിക്കുന്ന സമയത്ത് അതിൽ വിജയിച്ചവരുടെ ഈമാൻ കുറച്ചൊന്ന് താണു പോയാലും പിന്നീട് അവര് വളരെയധികം പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് തന്നെ ഓടാനുള്ള ശ്രമത്തിലായിരിക്കും. അല്ലാത്തവരുടെ എന്താ സംഭവിക്കുക? ആ പരീക്ഷണത്തോട് കൂടിയിട്ട് അത് താറുമാറാവും. ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നുണ്ട്, അതായത് ഈ തുടർച്ചയിലുള്ള ആയത്തിൽ പറയുന്നത് പോലെ തന്നെ അള്ളാഹു തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷിക്കും. നമ്മളുടെ വിശ്വാസത്തെ മീൻസ് നമുക്ക് പരീക്ഷണങ്ങൾ തരും. അതെന്തിനാ? അത് വെറും വാക്കുകൊണ്ട് അതല്ലെങ്കിൽ കള്ളന്മാരായിട്ടുള്ള ആൾക്കാരുടെ നമ്മളെ കൂട്ടത്തിലുണ്ടോ, വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് അത് ഉള്ളിലേക്ക് ഇറങ്ങാത്തവരുണ്ടോ എന്ന് അള്ളാഹുക്ക് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ നമുക്ക് പരീക്ഷണങ്ങൾ വരുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും, ഞാനത് തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്, നമ്മൾ വിശ്വാസികളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തയ്യാറെടുക്കേണ്ട കാര്യമൊന്നുമല്ല. നമ്മളെ ജീവിതത്തിലൊക്കെ നമ്മൾ ഇപ്പോഴും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പരീക്ഷണത്തിന് നമ്മൾ എക്സെപ്റ്റ് ചെയ്യുക, അത് വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് വന്നു കഴിഞ്ഞാലും ചിന്തിക്കുക, ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ നടപടിയാണ്. എനിക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ അള്ളാഹു എനിക്ക് പരീക്ഷണങ്ങളും തരും. അതുകൊണ്ട് തന്നെ നമ്മളെ ഹൃദയങ്ങളെ നമ്മൾ പരിശീലിപ്പിക്കാം, അതിന് തയ്യാറായിരിക്കുക. കാരണം നമ്മൾ പലപ്പോഴല്ല ചിലപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം എന്താ വെച്ചാല് പരീക്ഷണങ്ങൾ ശിക്ഷയാണോ എന്നൊരു ചിന്ത നമുക്ക് വരാറുണ്ട്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിന്റെ ശിക്ഷയല്ല. ഒരു പക്ഷെ നമ്മൾ വിചാരിക്കും ഇന്ന് തെറ്റ് ചെയ്തത് കൊണ്ടാണ് അള്ളാഹു എനിക്കിങ്ങനെ പരീക്ഷണം തരുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിന്റെ സ്നേഹമായിട്ട് കാണാം. കാരണം ഒരു പക്ഷെ ഞാൻ ആ തിന്മയിൽ അല്ലെങ്കിൽ ഞാൻ ആ ധിക്കാരത്തിൽ അള്ളാഹുവിനോടുള്ള അനുസരണക്കടയിൽ തുടർന്നു പോവുകയാണ്. എന്താ സംഭവിക്കുക? കാലാകാലമായ നരകത്തിലേക്കാണ് പിന്നെ എന്നെ ആ വഴിയിലൂടെ ഞാൻ നടന്നെത്തുക. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ അത് തിരുത്തണം, ഞാൻ അവിടെ അത് ക്ലിയർ ആക്കണം, ഞാൻ അവിടെ നിന്ന് ഖേദിച്ചു മടങ്ങണം, അപ്പൊ സ്റ്റോപ്പ് ചെയ്യണത്. അതുകൊണ്ടാണ് അള്ളാഹു പരീക്ഷണം തരുന്നത്. അള്ളാഹുവിന്റെ അറ്റൻഷൻ നമുക്കുണ്ട്, അള്ളാഹുവിന്റെ ഒരു കാര്യക്കാരനാണ് ഞാൻ ഈ തിന്മയിൽ തുടർന്നു പോകുന്നത് അള്ളാഹുവിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരീക്ഷണം വന്നത്. അപ്പൊ അതെന്തിന്റെ ഭാഗ? അള്ളാഹുവിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ നമുക്ക് ചിലപ്പോൾ തോന്നാറില്ലേ, ഇന്ന തെറ്റ് ചെയ്തുകൊണ്ട് അള്ളാഹു എന്നെ എടുത്തെറിഞ്ഞോ, എന്നെ ഒഴിവാക്കിയോ, ഞാൻ ഖേദിച്ചു മടങ്ങാം. പക്ഷെ അത് യഥാർത്ഥത്തിൽ അത് നമ്മൾ അള്ളാഹുലേക്ക് തിരിച്ചു നടക്കാൻ അള്ളാഹു ഇട്ട ഒരു ഒരു നമ്മളെ വെള്ളം ഇങ്ങനെ ഒരേ വഴിയിലോട്ട് ഒഴുകി പോകുമ്പോൾ നമ്മളൊരു കൊളുത്തിട്ട് കൊടുക്കൂല അതിന് വഴി മാറ്റാൻ വേണ്ടിയിട്ട്, ഒരു നമ്മളിങ്ങനെ കീറിട്ട് കൊടുക്കൂല വേറൊരു വഴിയിലേക്ക്. അതുപോലെ അള്ളാഹുവിലേക്ക് തന്നെ നമ്മളെ തിരിച്ചു വിളിക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം എന്താണ്? അള്ളാഹുവിന്റെ അറ്റൻഷൻ നമ്മളിൽ ഉണ്ട് എന്നുള്ളൊരു അടയാളാണ്, അള്ളാഹുവിന്റെ സ്നേഹം നമ്മളിൽ ഉണ്ട് എന്നുള്ളൊരു അടയാളാണ്. നമ്മൾ തിരിച്ചു നടക്കണം. ചിലപ്പോൾ നമുക്ക് നേരെ ഓപ്പോസിറ്റും ഫീൽ ചെയ്യാം. നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് പലപ്പോഴും അതായത് കഴിവിന്റെ പരമാവധി ഒരു തിന്മയിലും പെടാതെ നമ്മൾ ജീവിക്കുമ്പോഴും നമുക്ക് പരീക്ഷണം വരുന്നുണ്ട്. അപ്പൊ അതെന്താണ്? സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം പൊന്ന്, ഗോൾഡ്, അതുപോലെ ഈ എന്താ പറയാ കുഴിച്ചെടുക്കുന്ന അങ്ങനെ മൂല്യമുള്ള വസ്തുക്കളൊക്കെ കുഴിച്ചെടുത്തതുപോലെ അപ്പടങ്ങ്
നമ്മൾ എന്താ പറയാ, അതാണോ അതിന്റെ ക്വാളിറ്റി? അതല്ല എങ്കിൽ അതിനെ തീയിലിട്ട് അതിന്റെ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ മീൻസ് അഴുക്ക് വരണ്ട, അതല്ലെങ്കിൽ അതിന്റെ ഔട്ടർ ആയിട്ടുള്ള ഫോംസ് ഒക്കെ മാറ്റി 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 ഉള്ളിലുള്ളതാണ് ഏറ്റവും പ്യൂറസ്റ്റ്, ഏറ്റവും വാല്യുബിൾ ആയിട്ട് മാറുന്നത്, അല്ലെ? ഗോൾഡും ഡയമണ്ടും അതുപോലുള്ള കാര്യങ്ങളൊക്കെയും. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഗോൾഡ് ഇറ്റ് സെൽഫ് അത് വാല്യൂ ഉള്ളതാണ്, പക്ഷെ ഒന്നും കൂടിയും ഓരോ തീയിലിടുന്ന സമയത്ത് ഒന്നും കൂടി അത് പ്യൂർ ആവാണ്. അത്രേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ കാര്യം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നത് പോലെ തന്നെയാണത്. ട്രയൽസ് പ്യൂരിഫൈ ഫെയ്ത്ത് ജസ്റ്റ് ആസ് ഫയർ പ്യൂരിഫൈസ് ഗോൾഡ്. അൽ ഫിത്നതു തമഹസുൽ ഈമാൻ കമാ യുംഹസു ദഹബ ബിന്നാർ. അതായത് തീ എങ്ങനെ ഗോൾഡിനെ പരിശുദ്ധമാക്കുന്നോ അതുപോലെ പരീക്ഷണങ്ങൾ നമ്മളുടെ ഈമാനെയും നമ്മളെയും ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് മോശമായതുകൊണ്ടാണോ തീയിലിട്ടിട്ട് അതിനെ ശുദ്ധമാക്കുന്നത്? അല്ല. അതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്. ഗോൾഡ് ഇറ്റ് സെൽഫ് അത് വാല്യുബിൾ ആണ്, പക്ഷെ ഇനിയും അത് കൂടണം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനൊരു കാര്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അള്ളാഹുക്ക് നമ്മൾ അങ്ങനെ അങ്ങ് അഴിച്ചു വിട്ടൂടെ? പക്ഷെ അല്ല, അള്ളാഹുവിന് എന്തോ ഒരു ഇഷ്ടമല്ല, ഒരു കാരണം നമ്മളുടെ മേലിലുണ്ട്. ഓരോ പരീക്ഷണം വരുന്ന സമയത്തും അൽഹംദുലില്ലാ എന്നേ നമുക്ക് പറയാൻ പറ്റണം. കാരണം ഒന്നുകിൽ നമ്മളുടെ ഏതോ ഒരു തിന്മയിൽ നിന്ന് അള്ളാഹു നമുക്ക് നമ്മളെ തിരിച്ച് നന്മയിലേക്ക് നടത്തണം, അതല്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി പ്യുവർ ആക്കിക്കൊണ്ടിരിക്കണം. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഖുർആനിന്റെ അഹ്ലുകാരാണ്, ദഅവത്തിന്റെ മേഖലയിലുള്ളവരാണ്. ദഅവത്തിന്റെ മേഖല എന്ന് പറയുമ്പം വലിയ വലിയ ദായികളോ പണ്ഡിതകളോ ഒന്നുമല്ല. നമുക്ക് കിട്ടുന്ന ഒരു നന്മ അപ്പുറത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നവര്, അതല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് ഏതെങ്കിലും രൂപത്തിൽ, എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഒരു ഉമ്മയായിട്ടുള്ളവരാണെങ്കിൽ സ്വന്തം മക്കൾക്ക് പോലും നമ്മൾ എന്താക്കി കൊടുക്കാറുണ്ട്? നന്മകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊരു ദഅവത്താണല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു മേഖലയിൽ നമ്മൾ പഠിച്ച ദീന് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് ഹിദായത്ത് കിട്ടി. അതിനുശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും മാറി നിന്നു. പിന്നീട് ആ പഠിച്ചതും മനസ്സിലാക്കിയതൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാല്, ചിലപ്പോഴെങ്കിലും നമ്മൾ വിചാരിക്കും, ഞാൻ നന്മയിൽ തന്നെയല്ലേ, ഞാൻ ദഅവത്ത് ചെയ്യുന്ന ആളാണല്ലോ, ഞാൻ ദീന് പ്രാവർത്തികമാക്കുന്ന ആളാണല്ലോ, ഞാൻ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുന്നവളാണല്ലോ, ഞാൻ എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവളാണല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളെ വഴി സ്മൂത്ത് ആവോ? ഇല്ല. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. അങ്ങനെയുള്ളവർക്ക് ഒന്നും കൂടിയും നമ്മൾ പ്രതീക്ഷിച്ചോ, പരീക്ഷണങ്ങളുടെ കാഠിന്യം നമുക്കാണ് ഒന്നുകൂടി അർഹത ഉള്ളത്, അല്ലേ? കാരണം ആ ഗോൾഡ് ഏറ്റവും പ്യൂരിഫൈ ആവാൻ എല്ലാ ആൾക്കാർക്കും, നമ്മളിപ്പോ നോക്കിയാൽ മതി, ഡയമണ്ട് ഗോൾഡ് ഇതൊക്കെ എല്ലാ ആൾക്കാർക്കും കിട്ടുന്നുണ്ടോ? ഇല്ല. അതിന് ഒന്നെങ്കിൽ സാമ്പത്തികമായിട്ട് ശേഷിയുള്ളവർ, അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അതിന് അർഹതപ്പെട്ടവർക്ക് മാത്രം അത് കിട്ടുന്നുള്ളൂ, അല്ലെ? അത് ദുനിയാവിന്റെ ഒരു വസ്തുവാണ്. പക്ഷെ ഈ ഈമാൻ, ഈ പരീക്ഷണം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ആത്യന്തികമായ വിജയത്തിന്റെ അടയാളാണ്. അപ്പൊ നമ്മൾ ഈ ദഅവ മേഖലയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മൾ മുറുക്കി ഇരിക്കുക, നമ്മളുടെ ഈമാനെ മുറുകെ പിടിക്കുക. പലപ്പോഴും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ തന്നെ നമ്മളിങ്ങനെ ഈ ദഅവത്ത് നടത്തുന്ന ആൾക്കാർ തന്നെ ആ ദഅവത്ത് ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, സുബ്ഹാനല്ലാഹ്, ഇവർക്കൊക്കെ എത്ര മനോഹരമായിട്ടാണ് അള്ളാഹിനെ പറ്റി പറയാൻ പറ്റണത്. അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഖുശൂനെ പറ്റിയിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ നമ്മൾ വിചാരിക്കും, ആ സംസാരിക്കുന്നവർ അത്രയും സൂപ്പറാണ്, അവർക്ക് ഈസിയാണ്, അവർക്ക് എത്ര ഖുശൂയോട് കൂടിയിട്ട് സിമ്പിളായിട്ട് നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെ ഖുർആനെ പറ്റി പറയുന്ന ഒരു ദർശനം വിചാരിക്കും, സുബ്ഹാനല്ലാഹ്, അവർക്ക് എത്ര മനോഹരമായിട്ടാണ് ഓതാൻ പറ്റുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ഓരോരുത്തർക്കും അള്ളാഹു അവർക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷെ ഖുശൂനെ പറ്റി സംസാരിക്കുന്നവർ അത്രയും പ്രയാസപ്പെട്ടിട്ടായിരിക്കും അവര് അവരുടെ ഈമാനെ സംരക്ഷിച്ച ഖുശൂ നേടിയെടുത്ത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അത്ര അവര് പരീക്ഷണങ്ങളോട് പോരാടുന്നുണ്ടാവും. അതിന്റെ കൂടെ അവർ ദഅവത്തും ചെയ്യാണ്. അതല്ലാതെ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ ദഅവ മേഖലയിൽ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു മനസ്സിന് വരുന്ന ഒരു ഇടങ്ങാറാണത്. അവര് മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുന്നു, എനിക്ക് അങ്ങനെ അടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പൊ അവർക്കുണ്ട് പരീക്ഷണം, നമുക്കുണ്ട് പരീക്ഷണം. ഓരോരുത്തർക്കും ഒരു മറയുടെ പിന്നിൽ
അള്ളാഹു കരുതി വെച്ച പരീക്ഷണങ്ങൾ എല്ലാവരും ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരാണെങ്കിലും അതിന് എത്ര താഴെ തട്ടിലുള്ള കേൾവിക്കാരാണെങ്കിലും ഓരോരുത്തർക്കും വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു കരുതി വെച്ചിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് ദായിമാരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും കൂടി നമ്മൾ അതിന് അർഹതപ്പെട്ടവരാണ് എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതായത് പലപ്പോഴും നമ്മൾ ഫാമിലിയിൽ തന്നെ നമ്മൾ കേൾക്കാറില്ല, ഓ ഈ വലിയ ദർസൊക്കെ എടുക്കും, പക്ഷെ ഇവിടെ ഇങ്ങനെയാണല്ലോ. നമുക്കറിയാം നമ്മൾ എത്രത്തോളം നമ്മളുടെ അകവും പുറവും സാമൂഹികവും കുടുംബപരമായിട്ടുള്ള ജീവിതം നന്നാക്കാൻ അത്രത്തോളം നമ്മൾ അള്ളാഹുവിനോട് നമ്മളുടെ പോരായ്മകളൊക്കെ നിരത്തി പറഞ്ഞ് കരുണ ദുആ ചെയ്യുന്നത് നമുക്കറിയാം. പക്ഷെ നമുക്കിപ്പോ എല്ലാ ആൾക്കാരോടും ഇത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. പക്ഷെ ആൾക്കാരുടെ കുത്തുവാക്കുകൾ വന്നെന്ന് വരും. അപ്പൊ അത് നമ്മളാണ്, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലുകൾ വന്നെന്ന് വരും. സാധാരണക്കാരെ ആൾക്കാരെക്കാട്ടിലും ഒന്നും കൂടിയും പരീക്ഷണത്തിന്റെ ലെവലൊക്കെ കൂടിയെന്ന് വരും. ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന്റെ ഒരു എന്താ പറയാ ഫോഴ്സ് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഒരിക്കലും ഏതെങ്കിലും സംസാരിച്ചൊരു വിഷയത്തിന്റെ ആ ഒരു ഹക്ക് പുലർത്താതെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളൊരു പക്ഷെ അത് അള്ളാഹുവിനോട് അത്രയും തൗബ ചെയ്തിട്ടോ അതല്ലെങ്കിൽ എനിക്ക് വേറൊരു വഴിയും ഇല്ല എന്നുള്ളൊരു രൂപത്തിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ടോ. പക്ഷെ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരോട് സംബന്ധിച്ചിടത്തോളം അതെന്താണ്, അവള് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്, എന്താപ്പത് ഖുറാന്റെ ആളോ പോലും. അപ്പൊ എല്ലാ അർത്ഥത്തിലും റിജക്ഷൻ വരും, ഒറ്റപ്പെടുത്തലുകൾ വരും, തെറ്റിദ്ധാരണകൾ വരും, കാഠിന്യമേറിയ മുന്നോട്ടുള്ള വഴികൾ വരും. പക്ഷെ മനസ്സിലാക്കേണ്ട എന്താണ്, അത് നമുക്ക് കിട്ടിയ ഒരു കിരീടാണെന്ന് വിചാരിച്ചാൽ മതി. നമുക്ക് കിട്ടിയ അള്ളാഹുവിന്റെ ഒരു സ്പെഷ്യൽ പൊസിഷൻ ആണെന്ന് വിചാരിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. എല്ലാ അർത്ഥത്തിലും നമ്മൾ ഇവിടെ ഇപ്പൊ സംസാരിച്ചതൊന്നൊന്നുമല്ല, ഓരോരുത്തർക്കും അള്ളാഹു അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക രൂപകൽപ്പന ചെയ്ത പരീക്ഷണങ്ങൾ വരും. അത് നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റില്ല. പലരുടെയും പല രൂപത്തിലായിരിക്കും. പക്ഷെ അത് അള്ളാഹുവിന്റെ അംഗീകാരമാണ്. നമ്മളിപ്പം സ്കൂളൊക്കെ പറയലില്ലേ, ഡബിൾ പ്രൊമോഷൻ, അതാണെന്ന് വിചാരിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. സന്തോഷിക്കാനേ മുഅ്മിനീങ്ങൾക്ക് വകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. മനസ്സിലാക്കേണ്ട പക്ഷേ ഇതൊന്നും തടസ്സങ്ങളല്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് ദഅവത്തിന്റെ മേഖലയിൽ ഇങ്ങനെ ഓരോന്നും ഇവിടെ പലപ്പോഴും ഒന്നും എക്സാമ്പിൾ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അള്ളാഹു എന്തോളം ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ ഇത്രയും പരിശ്രമിക്കുമ്പോൾ ഒരു തടസ്സം പോലെയാണല്ലോ അള്ളാഹ് ഈ പരീക്ഷണങ്ങൾ വരുന്നത്. എനിക്ക് ഇന്ന് ഈ പരീക്ഷണം വന്നതുകൊണ്ട് ചിലപ്പോൾ കുടുംബത്തിൽ ദീനില്ലാത്ത ആൾക്കാരായിരിക്കും അവരുടെ പരീക്ഷണം. അപ്പൊ അവരൊരിക്കലും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല ദീൻ സംസാരിക്കാനോ ദീൻ പ്രാവർത്തികമാക്കാനോ. അപ്പൊ അവര് ശരിക്കും തടസ്സല്ലേ റബ്ബേ, എന്നെന്തുകൊണ്ടാണ് നീ സപ്പോർട്ട് ചെയ്യാത്തത്, സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബക്കാരെ എനിക്ക് നൽകാത്ത എന്താന്നായിരിക്കും നമ്മൾ വിചാരിക്കാം. ശരിക്കും അത് തടസ്സമല്ല. അതിനെയും മറികടക്കാൻ നമുക്ക് തൗഫീഖ് ഉള്ളതുകൊണ്ടാണ് അള്ളാഹു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇട്ടത്. കാരണം അള്ളാഹു എന്താ പറയുന്നത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. അള്ളാഹു ഇന്നേ വരെ നമ്മൾ കടന്നുപോയ ഒരു സാഹചര്യവും നമുക്ക് അർഹിക്കപ്പെടാത്തതല്ല, നമുക്ക് താങ്ങാൻ പറ്റാത്തതല്ല, ഇനി വരുന്നതും. അത് അള്ളാഹു ഏറ്റവും പോയിന്റിൽ എത്തിക്കും നമ്മളെ. അപ്പൊ നമ്മൾ ശരിക്കും ഇപ്പൊ നമ്മൾ തീരും, നമുക്ക് താങ്ങാൻ പറ്റാത്തതാണ്, നമ്മൾ പൊട്ടിത്തെറിക്കുന്ന വിധത്തിലായും. പക്ഷെ അല്ല, അള്ളാഹു അത് നമുക്ക് എഴുതി വെച്ചത് അതിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. അത് നമ്മളുടെ ഒരു ട്രെയിനിങ് പീരീഡ് ആണ്. ഇപ്പൊ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത് പാസ്സായിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ മികച്ചത് വരും. മികച്ചെന്ന് പറഞ്ഞാൽ ഒന്നൊക്കെ അള്ളാഹു വഴി എളുപ്പാക്കുമായിരിക്കും. കാരണം ഇനി എന്ത് മലമറിഞ്ഞത് വന്നാലും നമുക്ക് നമ്മളുടെ ഈമാന് അൽഹംദുലില്ലാ ഒരു കോട്ടവും തട്ടാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും അള്ളാഹു ഇത്രയും വലിയ ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടത്തി വിട്ടത്. ഇനി എന്ത് വന്നാലും നമുക്ക് എളുപ്പത്തിൽ അള്ളാഹുവിനോട് സബ്ർ ചെയ്ത് പരീക്ഷണങ്ങളോട് സബ്ർ ചെയ്ത് അള്ളാഹുവിനോട് ശുക്ർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും അള്ളാഹു ഒരു പക്ഷെ അങ്ങനെ തരുന്നുണ്ടാവുക. അപ്പൊ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഒന്നും ഒരിക്കലും അത് തടസ്സമല്ല. നമ്മൾ മനുഷ്യന്മാർക്ക് വീക്ക്നെസ് ആണ്. അള്ളാഹുവിന്റെ ഇൽമിനെ നമുക്കറിയില്ല, അള്ളാഹുവിന്റെ ഇൽമിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ഒരു പക്ഷെ കുറ്റപ്പെടുത്തലായിരിക്കും, അള്ളാഹുവിനോടുള്ള ഒരു ചോദ്യങ്ങളായിരിക്കും അല്ലെ. പടച്ചവനെ എനിക്ക് എന്താണ് ഇങ്ങനെ, അള്ളാഹു ഞാൻ വീക്കാണെന്ന് അറിയില്ലേ, പിന്നെ എന്തെങ്കിലും എനിക്ക് ഇത്ര വലിയ പരീക്ഷണങ്ങൾ തരുന്നൊക്കെ ആയിരിക്കും നമ്മളെ മനസ്സിൽ വരിക. ഞാൻ കഷ്ടപ്പെട്ട് ഈ കുഞ്ഞ് ഈമാനം കൊണ്ട് ഇങ്ങനെ പോവല്ലേ റബ്ബേ, ഇത്ര വലുതൊക്കെ തന്നാൽ ചിലപ്പോൾ ഞാൻ ഉള്ള ഈമാനം നഷ്ടപ്പെട്ടോ എന്നായിരിക്കും നമ്മളുടെ ചോദ്യം. പക്ഷെ വാസിയായിട്ടുള്ള ഇൽമാണ് അള്ളാഹുവിനറിയാം എന്റെ അടിമക്ക്, എന്റെ അബദിന് എന്തൊക്കെ തരണം ചെയ്യാൻ പറ്റും, എന്തൊക്കെ തരണം ചെയ്യാൻ പറ്റൂല, ഏതിലൂടെയൊക്കെ കടന്നു പോകാൻ പറ്റും എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആരും അള്ളാഹിനെ ചോദ്യം ചെയ്യണ്ട. ഒരു പക്ഷെ കണ്ണുനീര് പൊടിഞ്ഞെന്ന് വരും, പക്ഷെ ഉള്ളറിഞ്ഞ് പറയാ അൽഹംദുലില്ലാ. കാരണം അള്ളാഹുവിന്റെ ഒരു നോട്ടം,
അള്ളാഹുവിന്റെ ഇടപെടൽ എന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളാണത്. സുബ്ഹാനല്ലാഹ്. അതല്ല എങ്കിൽ ആ പരീക്ഷണത്തിൽ നമുക്കറിയാം, ചിലരെങ്കിലും നമ്മൾ കാണാറുണ്ടല്ലേ ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത പലതും, താങ്ങാൻ പറ്റാത്തൊരു വാക്ക് നമ്മൾ ശരിക്കും എന്താ പറയാ, നമ്മുടെ സംസാര ശൈലിയിൽ വരാണ് താങ്ങാൻ പറ്റാത്തൊന്നും നമുക്കില്ല. പക്ഷെ എന്നാലും കാഠിന്യമേറിയത് പലതും വരുന്ന സമയത്ത് ചില ആൾക്കാർ ദീനിലേക്ക് വല്ലാതെ അടുക്കുന്നതും ചില ആൾക്കാർ ഉള്ള ദീൻ ഉപേക്ഷിച്ചു പോകുന്നതും. അപ്പൊ അതാണ് അള്ളാഹുവിന്റെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വലയഅലമന്ന അല്ലാഹു അല്ലദീന ആമനു വലയഅലമന്നൽ കാദിബീൻ. ഫലയഅലമന്ന അല്ലാഹു അല്ലദീന സ്വദഖു വലയഅലമന്നൽ കാദിബീൻ. സോറി, അള്ളാഹുവിന് സത്യം പറയുന്നവരാരാണ്, അല്ലെ യഥാർത്ഥത്തിൽ ആ വിശ്വാസികൾ ആരാണെന്നും, ഇനി അതല്ല ഒരു പുറമോടിയിലുള്ള പേരിന് മാത്രമുള്ള വിശ്വാസികൾ ആരാന്നുള്ളതും ഇതുപോലുള്ള പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിലൂടെ അള്ളാഹുവിന് മനസ്സിലാവും. അതല്ലെങ്കിലും അള്ളാഹുവിന് അറിയാം. പക്ഷെ നമുക്ക് വിശ്വാസികൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തരാണ്. ഇതാണ് ഇതിന്റെ ഉദ്ദേശം. നമ്മൾ മനസ്സിലാക്കുക, പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് വല്ലാതെ അങ്ങ് നമ്മളെ ഹൃദയം ഇതിനോട് ചോദ്യം ചെയ്യുന്നതും, അതല്ലെങ്കിൽ ഒരു എന്താ പറയാ അള്ളാഹിനോട് അടുക്കുന്നതിന് പകരം പിന്നോട്ടേക്കാണ് നമ്മളെ നടത്തുന്നത് നമുക്ക് തോന്നിയിട്ടുണ്ട്, ഉടനെ നമ്മൾ എന്ത് ചെയ്യുക, കഠിന പരിശ്രമം നടത്തി നമ്മളുടെ ഈമാനെ തിരിച്ചു കൊണ്ടുവരാനും അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവേ ഞാൻ അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മളെ ഈമാൻ എത്രത്തോളം വീക്കാണ്, എത്രത്തോളം എന്താ പറയാ പുറമോടി മാത്രമാണ് നമുക്ക് തന്നെ തിരിയുന്ന ഒരു സമയം ഉണ്ടല്ലേ. ആ സമയത്ത് അള്ളാഹുവിനോട് തന്നെ ശക്തി ചോദിക്കുക. പഠിച്ച റബ്ബേ എനിക്ക് പേടിയുണ്ട്, ഉള്ളതും നഷ്ടപ്പെട്ട് ഞാൻ ബാക്കോട്ട് പോകുന്നു, അള്ളാഹുവേ നീ അല്ലാതെ എനിക്ക് ശക്തി തരാനില്ല, എന്റെ ഈമാനെ നീ പുതുക്കി തരണേ, എന്റെ ഈമാൻ നീ ഖുവ്വത്ത് നൽകണേ, എന്റെ ഈമാനെ നീ വർദ്ധിപ്പിച്ച് നൽകണേ, എന്റെ ഈമാനെ നീ നിലനിർത്തി തരണേ. നമുക്കെന്നെ തിരിച്ചറിയും അല്ലെ, ഒരു നിമിഷം നമ്മൾ തന്നെ വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിൽ ഒരിക്കലും നമ്മൾ ഔട്ടായി പോകരുത്. ഫിൽട്ടർ ചെയ്ത് എടുത്തതിന് എന്താ സംഭവിക്കുക, നമ്മളിപ്പോ അരിപ്പയിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിൽ അരിപ്പയിൽ ബാക്കിയാവാൻ എന്താണ് കച്ചറകളാണ്. പക്ഷെ ആ വെള്ളം ബാക്കി ശുദ്ധമായ വെള്ളമൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് ആ കച്ചറകളിൽ, ആ വേസ്റ്റുകളിൽ നമ്മൾ ആയിപ്പോവരുത്. എന്ത് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് വന്നാലും ഈമാനിൽ തുടർന്ന് പോവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. ഓരോ പരീക്ഷണങ്ങളെ പിന്നിലും അള്ളാഹുവിന്റെ ഹിക്മത്ത് ഉണ്ട്. ആ ഒരു ഹിക്മത്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ നമ്മള് എന്താ പറയാ, നമുക്കത് ഒറ്റ നോട്ടില്ല ഫസ്റ്റ് നമുക്കത് മനസ്സിലായെന്ന് വരില്ല. പക്ഷെ അതിലൂടെ ഒക്കെ അങ്ങ് കടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാവും നമ്മൾ ഈമാന്റെ ലെവലൊക്കെ ഒന്ന് മാറിയല്ലേ, അൽഹംദുലില്ലാ. നമ്മളെ കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് മാറിയല്ലേ, അൽഹംദുലില്ലാ. എന്താ പറയാ, നമ്മൾ അള്ളാഹുവിനോടുള്ള ഒരു പക്ഷെ നിസ്കാരത്തിലെ ഖുശൂഅ്, അതിലെ ഖുർആനിനോടുള്ള അടുപ്പം, അതല്ലെങ്കിൽ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, ആൾക്കാരോട് സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരോടുള്ള നമ്മളെ മനോഭാവം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും, ഒരു ലെവല് ഹൈ ആയിട്ടുണ്ടാവും. നമ്മളൊന്നും കൂടി ഉള്ളിന്റെ ഉള്ളിൽ നമ്മളൊന്ന് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടാവും. കാരണം എന്താ, ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നുപോയി അൽഹംദുലില്ലാ. അപ്പം ഈ ഒരു പരീക്ഷണം എന്നുള്ളത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അശുദ്ധമായതൊക്കെ മാറി ശുദ്ധമാവാനും ഉള്ള ലെവലിൽ നിന്ന് നമ്മളൊന്നും കൂടി നമ്മളുടെ റാങ്ക്, നമ്മളെ സ്റ്റാറ്റസ് മുകളിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നമുക്ക് ഒന്നിനു പുറകെ ഒന്നായി. അള്ളാഹുക്ക് നമ്മളെ വെറുതെ ഇരുത്തണമെന്നോ അല്ലെങ്കിൽ ഉള്ള ഈമാന് പഴകി പോകണമെന്നോ അല്ല. അടുത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത് നമ്മളെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പുള്ളിക്ക് തന്നാൽ തന്നെ അള്ളാഹു അടുത്ത് തരും. അത് ക്ലിയർ ആക്കണം. പിന്നീട് അള്ളാഹു നമ്മളെ റാങ്കുകൾ, നമ്മളെ സ്റ്റാറ്റസുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് സുബ്ഹാനല്ലാഹ്. അതോടുകൂടി നമ്മളെ ഈമാൻ ഒന്നും കൂടി ഉറച്ചതാകും, തിളക്കമുള്ളതാകും, യാഥാർത്ഥ്യമായിട്ടുള്ളതാകും. സുബ്ഹാനല്ലാഹ്. നമുക്ക് തന്നെ അറിയാലോ, നമ്മൾ ഖുർആൻ പഠിക്കുന്ന സമയത്താണെങ്കിലും, ഞാൻ പറഞ്ഞ പോലെ ദഅവത്ത് ചെയ്യുന്ന സമയത്താണെങ്കിലും, നമ്മളിങ്ങനെ അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മളെ ചുറ്റുപാടും അല്ലെങ്കിൽ എല്ലാവരും ഒരു ദീനിൽ സംസാരിക്കുന്ന ആൾക്കാർക്ക് അപ്പൊ നമുക്ക് പലതും ആഗ്രഹം ഉണ്ടാവും ദീനിന്റെ മാർഗത്തിൽ ചെയ്യാനും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷണങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളന്ന് ചിന്തിക്കും, പക്ഷെ അതൊന്ന് തടസ്സം തരുന്നു, ഞാൻ ദീനിന് വേണ്ടിയിട്ട് തന്നെ അല്ല ഉള്ളത്, പിന്നെന്താണ് എനിക്കൊരു പ്രയാസം വരുന്നത്. പക്ഷെ അത് നമ്മളുടെ ഒരു പോരായ്മയാണ് അങ്ങനത്തെ ചിന്ത വരുന്നത് എന്നുള്ളത്. ഓരോരുത്തർക്കും പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവും സുബ്ഹാനല്ലാഹ്. പക്ഷെ അതൊന്നും എന്തല്ല അല്ലെ, മടി വരുന്ന സമയം ഉണ്ടാവും നമുക്ക്. ചിലപ്പം നമ്മൾ ചില സമയത്ത് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അതല്ലെങ്കിൽ ചില സമയത്ത് ഒരുപാട് മടി കൊണ്ടായിരിക്കും പരീക്ഷണം.
സംശയങ്ങൾ വരും. ഓരോ അർത്ഥത്തിലും നമുക്ക് തന്നെ നമുക്കിവിടെ എക്സാമ്പിൾസ് പറയാൻ പറ്റില്ല. പലപ്പോഴും എന്താ പറയാ, കുറച്ചൊക്കെ മുന്നേ ഞാൻ കുറച്ച് ചെറുതായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്ലാസ്സുകൾ വെക്കുന്ന സമയത്ത് അവർ എക്സാമ്പിൾസ് പറയുമല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കും എന്റെ പരീക്ഷണം ഇവര് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടില്ലല്ലോ ആ സമയത്ത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് എക്സാമ്പിൾസ് പറയാൻ ഞാൻ എന്താ പറയാ പലപ്പോഴും പഠിക്കുന്നത്. കാരണം അങ്ങനെയല്ല, അത് വിശാലമാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളുടെ മേഖല എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ജീവിതത്തിനെ എടുത്ത് മുന്നിൽ വെക്കുക, ആ പറയുന്നതൊക്കെ അങ്ങനെ കണക്ട് ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനി ചോദിക്കാം, അയ്യഖൂലു ആമന്ന, നമ്മൾ ആമന്ന എന്ന് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദീന് പഠിക്കുന്നത്, ഖുർആൻ പഠിക്കുന്നത്, ദഅവത്ത് ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഇനി പരീക്ഷണങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എസ്പെഷ്യലി ദീനിന്റെ മേഖലയിലുള്ള ആൾക്കാർക്ക് ഒന്നുകൂടിയും ലെവല് മാറിയ പരീക്ഷണങ്ങളായിരിക്കും എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരിക്കലും അത് അള്ളാഹുവിന്റെ ശിക്ഷയോ എന്താ പറയാ പണിഷ്മെന്റ്സോ അല്ല. അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണത്, ഇൻവിറ്റേഷൻ ആണത്. എന്തിനുള്ള ഇൻവിറ്റേഷൻ ആണ്? നമ്മളുടെ ഈമാൻ ഒന്നും കൂടിയും തിളക്കമുള്ളത്, റേഡിയന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. തിളക്കമുള്ള മുഖങ്ങൾ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഉണ്ടാവുന്ന അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയാണ് വരുന്നത്? ന്യായ്മയായിട്ടുള്ള മുഖങ്ങളുള്ള ആൾക്കാർ എങ്ങനെയാണ് വരുന്നത്? ഈ ദുനിയാവെന്ന് വെറുതെ ഇങ്ങനെ 5 നേരം നിസ്കരിച്ച് എല്ലാവരും ദീനിലേക്ക് ഒരു തടസ്സവും ഇല്ല, ഫുൾ ദീനൊക്കെ എളുപ്പമായിട്ട് അങ്ങ് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവരൊക്കെ അങ്ങനെ ആവുന്നത്? ഒരിക്കലുമല്ല. അത് എല്ലാ അർത്ഥത്തിലും തീച്ചൂളകളിൽ എന്താ പറയാ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വന്ന ഈമാനിന്റെ ഉടമകൾക്കാണ് പരലോകത്ത് ഇതിനായ്മയായിട്ട് വരാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ എന്നുള്ളത് അള്ളാഹുവിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ആയിട്ട് കണ്ടാൽ മതി. അപ്പൊ അത് ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കും, സബറോട് കൂടി സ്വീകരിക്കും. എല്ലാം നമുക്ക് ടേക്ക് ഇറ്റ് ഈസി മോഡലിൽ ചിലപ്പോൾ എടുക്കാൻ പറ്റണമെന്നില്ല, കാരണം നമ്മൾ മനുഷ്യരാണ്, വീക്കാണ്. പക്ഷെ നമുക്കറിയാം, ഓക്കെ, ഇത് ഹിക്മത്തോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ ഹിക്മത്തോട് കൂടിയിട്ട് എൻ്റെ അടുക്കിലേക്ക് വന്ന പരീക്ഷണമാണ്. അള്ളാഹുവിനോട് തന്നെ അതിൻ്റെ ശക്തി ചോദിക്കാം, മുന്നോട്ട് പോവാം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. അപ്പം പരീക്ഷണങ്ങളെ സ്വീകരിക്കാൻ നമ്മളെല്ലാവരും തയ്യാറായിട്ടുണ്ടല്ലേ? പക്ഷെ പ്രതീക്ഷ വിടരുത്. പ്രതീക്ഷകൾ നമുക്ക് ഉണ്ടാവണം. കാരണം ഒരു നഫ്സിനും അതിന് താങ്ങാൻ പറ്റാത്തതൊന്നും അള്ളാഹു നൽകിയിട്ടില്ല, നൽകുകയുമില്ല. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ നടപടിയാണത് അല്ലെ? ഖുർആനിലൂടെ അള്ളാഹു വാഗ്ദാനം ചെയ്താണത്. അതുകൊണ്ട് അത് ഒരിക്കലും അള്ളാഹു തെറ്റിക്കൊല്ല. അപ്പൊ നമ്മൾ എന്താക്കിയാൽ മതി? നമ്മുടെ വിശ്വാസത്തെ, നമ്മൾ പ്രതീക്ഷ വിടാതിരുന്നാൽ മതി. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അത് മറക്കരുത്. ആ പാത, നമ്മൾ ഈ ഹദീസ് പഠിച്ചില്ലേ, മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള പാത അവൻക്ക് എളുപ്പമാക്കണമെന്നാണ്. അള്ളാഹു ഇൽമ പഠിക്കുന്നതിലൂടെ കൂടിയിട്ട് ദുനിയാവിൽ അവൻക്ക് എന്താ പറയാ സമൃദ്ധി നൽകും. അതല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങളല്ല തന്നത്. അത് തീർച്ചയായിട്ടും അള്ളാഹു നൽകും. അള്ളാഹുവിന് ചില ആൾക്കാർക്ക് നൽകും, ചില ആൾക്കാർക്ക് നൽകൂല. അത് അള്ളാഹുവിന്റെ സുന്നത്ത്, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. പക്ഷെ അള്ളാഹു അവിടെ സ്പെസിഫിക് ആയിട്ടൊരു വാഗ്ദാനം തന്ന എന്താണ്? സ്വർഗത്തിലേക്കുള്ള പാത അവൻക്ക് എളുപ്പമാക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം കുടുംബം, ജോലി, സമ്പത്ത്, സാമൂഹിക എന്തുണ്ടായി കഴിഞ്ഞാലും എല്ലാത്തിനും മുകളിൽ നമ്മളുടെ ലക്ഷ്യം സ്വർഗത്തിലേക്കുള്ള പാതയും അള്ളാഹുവിന്റെ ലിഖാഉമാണ്. അതാണ് എന്താ പറയാ അൾട്ടിമേറ്റ് നമ്മളുടെ എയിം. അതുകൊണ്ട് തന്നെ അതാണ് നമ്മളുടെ ലക്ഷ്യം. അതിന് തടസ്സം വരുന്ന എന്തും നമ്മളുടെ ജീവിതത്തിൽ എന്തല്ല, നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലേക്ക് നടക്കുന്ന സമയത്ത് അത് പ്രവാചകന്മാരുടെ പാതയാണ് അല്ലെ? അള്ളാഹുവിന്റെ റസൂല് എല്ലാ മുർസലിങ്ങളും ക്ഷണിച്ചത് എങ്ങോട്ടേക്കാണ്? തൗഹീദിലേക്കാണ്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ട് നമ്മളുടെയും പാത അത് തന്നെയാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? പ്രവാചകന്മാര് എല്ലാരും എളുപ്പത്തിലാണോ ദഅവത്ത് ചെയ്ത് ദുനിയാവെന്ന് മടങ്ങിയത്? സുബ്ഹാനല്ലാഹ്. ഈ ലോകത്ത് പരീക്ഷണങ്ങൾ അനുഭവിച്ചതിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ അനുഭവിച്ചത് പ്രവാചകന്മാരാണ്. അതിൽ തന്നെ നമ്മൾ റസൂൽ എന്താ പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കഠിനമായ പരീക്ഷണം അനുഭവിച്ചത് റസൂലാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എഗെയിൻ നമുക്കൊന്നും കൂടി സന്തോഷ വാർത്തയാണ്. പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ചില്ലറക്കാരിയല്ല, എൻ്റെ അള്ളാഹ്ക്ക് എന്നെ കാര്യമുണ്ട് എന്നുള്ളൊരു
ഉള്ളറിഞ്ഞിട്ടുള്ളൊരു സമാധാനം ഉണ്ടല്ലോ. റസൂല് പോയ വഴിയിലൂടെയാണ് ഇന്നെ അള്ളാഹ് നടത്തണത് ഒരു സമാധാനം, ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് പ്രാക്ടിക്കൽ ആക്കാനുള്ള കാര്യങ്ങളാട്ടോ പറയുന്നത്. ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടരുത്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ലക്ഷ്യം സ്വർഗവും ദീനും അള്ളാഹു ഒക്കെ തന്നെയാണ്. ആ വഴിയിലേക്കാണ് പ്രവാചകന്മാർ നമ്മളെ നയിച്ചതും. ആ പ്രവാചകന്മാരെങ്ങനെയാണ് ഈ ദുനിയാവെന്ന് ജീവിച്ചതെന്നും ഈ ദുനിയാവ് വിട്ടുപോയതെന്നും അവര് അള്ളാഹുവിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. കുറച്ചും കൂടി നമുക്ക് ശക്തി കിട്ടും. സുബ്ഹാനല്ലാഹ്. മൂന്നാമതായി പറയാനുള്ളത്, പരീക്ഷണങ്ങളെ അള്ളാഹുവിന്റെ സ്നേഹമായിട്ട് കാണുക. കാരണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവർ അള്ളാഹു കഴിച്ചിളക്കി വിടും. അവന് ഇഷ്ടമുള്ളവരാണ് അള്ളാഹു വീണ്ടും 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 ശുദ്ധമാക്കി കൊണ്ടേയിരിക്കുന്നത്. തിർമിദി റിപ്പോർട്ട് ചെയ്ത ഒരു ഇതിൽ പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആലക്കൊരു അടിമയെ സ്നേഹമാണെന്നുണ്ടെങ്കിൽ, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അള്ളാഹു അവനെ പരീക്ഷിക്കും. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയോടും സബറോടും കൂടി എല്ലാ മീൻസ് കഠിനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സിറ്റുവേഷനെയും അള്ളാഹുവിന്റെ രഹസ്യമായിട്ടുള്ള ഒരു കാരുണ്യം ഇതിലുണ്ട് എന്നുള്ള രൂപത്തിൽ നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. ഓരോരുത്തരുടെ ജീവിതം വ്യത്യസ്തമാണ്. പുറമെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് ഫീൽ ചെയ്യും. ദുനിയാവെല്ലാം അവർക്ക് കിട്ടിയെന്ന് നമുക്ക് തോന്നും, ദീനെല്ലാം അവർക്ക് കിട്ടിയെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഓരോരുത്തർക്കും അള്ളാഹു കരുതി വെച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് നമ്മുടെ സെഷന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആമന്നാന്ന് പറഞ്ഞവരാണോ, ഞാൻ വിശ്വാസിയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്നവരാണോ, അള്ളാഹു അത് കേട്ടിട്ടുണ്ട്, അള്ളാഹു അതിൽ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് വേണ്ടിയിട്ടുള്ള നമ്മളെ ഏറ്റെടുക്കുകയാണ്. അള്ളാഹു ഓരോ പരീക്ഷണങ്ങളോടെയും സന്തോഷിക്കുക. ലോകരക്ഷിതാവായ റബ്ബിന്റെ ഇടപെടലാണ് നമ്മളുടെ ജീവിതത്തിലുള്ളത്. സുബ്ഹാനല്ലാഹ്. ആ സമയം മുതൽ, അതല്ലെങ്കിൽ അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് നമുക്ക് മനസ്സിലാക്കുന്ന സമയം മുതൽ നമുക്ക് എന്താക്കാം, നമ്മളുടെ ജീവിതം അള്ളാഹുവിലേക്കുള്ള വഴിയിൽ അടിയുറച്ച്, പഠിച്ചവനെ അള്ളാഹുവിനോട് തന്നെ ശക്തി ചോദിക്കാനുള്ളൂ. അള്ളാഹു ഇങ്ങനെ പരീക്ഷണം ഇങ്ങനെ അയച്ചു വിടുക, നമ്മളുടെ പവർ കൊണ്ടാണോ അതൊക്കെ മീൻസ് മറികടന്നു പോകുന്ന ഒരിക്കലും അല്ല. തൗഫീഖും അള്ളാഹുവിന്റെ അടുത്ത് നിന്നാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഓരോ വിഷയങ്ങളിലും ദുആ ചെയ്യാം. ഒരിക്കലും പരീക്ഷണങ്ങളെ ഭയപ്പെടാനല്ല. കാരണം അത് സ്നേഹനിധിയായിട്ടുള്ള, എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ റബ്ബിന്റെ അടുത്ത് നിന്നാണ് അത് വന്നിട്ടുള്ളത്. അതിൽ ഹിക്മത്ത് ഉണ്ട്. അതെന്നെ ശുദ്ധമാക്കാനാണ്, എൻ്റെ ഈമാനിനെ ശുദ്ധമാക്കാനാണ്, എൻ്റെ പദവിയെ ഉയർത്താനാണ്, നാളെ അള്ളാഹുവിനെ കാണാനാണ് അള്ളാഹു അത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കിയ. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പം ഇതിലുള്ള ഏകദേശം 300 ആൾക്കാരും ഒന്നല്ലെങ്കിൽ മറ്റൊരു പരീക്ഷണത്തിലൂടെ ഇപ്പൊ കടന്നു പോകുന്നതെന്ന് വിചാരിക്കും. ഒന്ന് ചിന്തിച്ച്, നമ്മളൊന്ന് കണ്ണടച്ച് ചിന്തിക്കുക. എൻ്റെ ലിഖാഇനെ അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷെ നമ്മൾ അള്ളാഹുക്ക് വേണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തട്ടിത്തെറിപ്പിക്കാനേ ഉള്ളൂ അല്ലേ. നമ്മളെന്തേ കുറെ ഇബാദത്തൊക്കെ ചെയ്തിട്ടാണോ അള്ളാഹുക്ക് ഇത്രയും നമ്മളെ ഇഷ്ടം? അതല്ലെങ്കിൽ പണ്ടത്തെ മുൻഗാമികളൊക്കെ ചെയ്ത പോലെ ഇത് എന്താ പറയാ, സമൂഹത്തെ എന്താ പറയാ അത്രമേൽ അടയാളപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ നമ്മൾ ചെയ്തിട്ടാണോ? ഒരിക്കലും അല്ല. നമ്മളെല്ലാവരും വീക്കാണ്. പക്ഷെ നമ്മളുടെ ഇനി അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും സഹോദരിമാർ നമ്മൾ പ്രതീക്ഷ കൈവിടരുത്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന നമ്മളാണെങ്കിൽ പോലും ചില സമയത്ത്, അതാണ് പറഞ്ഞത്, ഒന്നും നമ്മൾ പുറമേ കാണുന്നത് പോലെയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നീറി പുകയുന്നുണ്ടാവില്ലേ ഓരോരുത്തരും. അപ്പൊ നമ്മള് എന്താ പറയാ, ചിലപ്പെങ്കിലും വിചാരിക്കും, പഠിച്ചോനെ ഞാൻ മോശമായത് കൊണ്ടാണോ ഇതിലൂടെ എൻ്റെ ഈമാന് കുറച്ച് 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 അള്ളാഹുവിനെ സ്വർഗത്തു നിന്നിട്ട് പുറത്താക്കാനാണ് നമ്മളുടെ ഒരു മീൻസ് ബലഹീനത കൊണ്ട് നമ്മൾ ചിന്തിച്ചു. ഒരിക്കലും അള്ളാഹുവിനെ പറ്റി അങ്ങനെ ചിന്തിക്കരുത് എന്നുള്ളത് ഒരു മുന്നറിയിപ്പ് ഇവിടെ നൽകാണ്. ഒരിക്കലും അള്ളാഹുവിനെ പറ്റി തന്നെ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അള്ളാഹു നമുക്ക് ഈ ഇൽമ ഇപ്പൊ ഈ ഒരു ഞായറാഴ്ചത്തെ ഈ ഒരു ഹലക്കയിലൂടെ, അല്ലെങ്കിൽ ഇത് മുന്നേ നമ്മൾ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, ഒന്നും കൂടി അള്ളാഹു ഇത് കേൾപ്പിച്ചത് എന്തിനാണെന്നറിയോ? അള്ളാഹുവിന്റെ കാരുണ്യാണിത്, അള്ളാഹുവിന്റെ സ്നേഹമാണിത്. നമ്മളെ കാണാനും അള്ളാഹു ആഗ്രഹിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇതൊരു അംഗീകാരമാണ്, വിശ്വാസികൾക്ക് മാത്രമുള്ള ഒരു സന്തോഷ വാർത്താണ്. നമുക്കുള്ളൊരു എന്താ പറയാ, എത്രത്തോളം പറയണം എന്നറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സന്തോഷിക്കുക, ഉള്ളറിഞ്ഞ അൽഹംദുലില്ലാ പറയാം, അള്ളാഹുവിനോട് എല്ലാത്തിലും വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ.
اللهم ثبت قلوبنا على دينك يا رب واجعل فتنة الدنيا سببا لرفعتنا لا لهالكنا سبحان الله. ഒരിക്കലും നമ്മളെ നശിപ്പിക്കാനാവാതിരിക്കട്ടെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ, നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകാനുള്ളതാകട്ടെ. ആമീൻ. ووفقنا لنكون من الصادقين في قولنا آمنا. അതായത് വിശ്വസിച്ചു എന്ന് പറഞ്ഞതിലൂടെ സത്യവാന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മളാവട്ടെ. താഴത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന് കാദിബികളെയും മനസ്സിലാവും സാദിഖ്യങ്ങളെയും മനസ്സിലാവും പരീക്ഷണങ്ങളിലൂടെ. ഒരിക്കലും കാദിബീങ്ങളാവാതിരിക്കട്ടെ, സ്വാദിഖ്യങ്ങളാവട്ടെ നമ്മൾ ഓരോരുത്തരും. ആമീൻ. وجعلنا من الذين إذا ابتليتهم رضوا وصبروا فارتفعت درجاتهم عندك يا رب. അതായത് പരീക്ഷണങ്ങൾ വരുന്നതോട് കൂടിയിട്ട് സബറോട് കൂടിയിട്ടും തൃപ്തിയോട് കൂടിയിട്ടും അതിനെ സ്വീകരിച്ച് ആ പരീക്ഷണത്തോട് കൂടിയിട്ട് അള്ളാഹുവിന്റെ ലിഖാഇനെ ആ ദർജയിലേക്ക് എത്തുന്ന വിധത്തിൽ അള്ളാഹു നമ്മളെ പരീക്ഷണങ്ങൾ മാറ്റിട്ട്. ഒരിക്കലും പരീക്ഷണങ്ങൾ നമ്മൾ ആഗ്രഹിക്കരുത് കേട്ടോ, ഒരിക്കലും ആഗ്രഹിക്കരുത്. ചില ആൾക്കാരുണ്ട് അങ്ങനെ. അതല്ല, പക്ഷെ അള്ളാഹു നമുക്ക് തരുന്ന പരീക്ഷണങ്ങൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ, തീർച്ചയായിട്ടും മനുഷ്യൻ മീൻസ് വീക്കാണ്, ബലഹീനാണ്. അതിന്റെ പേരിൽ എന്തെങ്കിലും ഈ പറഞ്ഞ സംസാരത്തിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇതെനിക്ക് പുറത്തു തരട്ടെ. നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാം. അള്ളാഹു ഇഖ്ലാസ് നിയത്തോടു കൂടി നമ്മുടെ ഹൃദയത്തിലൊക്കെ ഇഖ്ലാസുള്ള നിയത്തോടു കൂടി അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. നാളെ മീസാനിൽ നമുക്ക് ഈ ഒരു സമയം സഖീൽ, അത് വെയിറ്റ് ഉള്ളതാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഒരു പക്ഷേ ഈ ദുനിയാവ് നമുക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്യണമെന്നില്ല. നമ്മളിങ്ങനെ ഒന്ന് എന്നുള്ളതിൽ ഇങ്ങനെ എന്താ പറയാ, അള്ളാഹുവിന്റെ ആ സംരക്ഷണത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വേറൊന്നും ചിന്തിക്കാനോ ദുനിയാവ് അടിച്ചു പൊളിക്കാനുള്ള സമയമൊന്നും ചിലപ്പം കിട്ടിയെന്ന് വരില്ല അല്ലേ. പക്ഷെ അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗത്തിൽ നിന്ന് എൻജോയ് ചെയ്യാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. അള്ളാഹുവിനോട് അള്ളാഹു നമുക്ക് കുറച്ച് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്, എന്നിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ റബ്ബ്, ഞങ്ങൾ ബലഹീനരാണ് അല്ലാഹുവേ. ഞങ്ങളുടെ ബലഹീനമായിട്ടുള്ള ഇൽമ കൊണ്ടും ഈമാൻ കൊണ്ടുമാണ് നിന്നിലേക്ക് ഓടിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്. അള്ളാഹു ഞങ്ങൾ സ്വീകരിക്കണേ, നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തണേ റബ്ബേ. നിന്റെ ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് ഒരിക്കൽ പോലും ഞങ്ങളെ തെറ്റിക്കല്ലല്ലാ. ഈ സ്വർഗത്തിലേക്കുള്ള പാത അങ്ങ് സ്വർഗത്തിലെത്തുന്നത് വരെ, നിന്റെ ലിഖാഇനെ കണ്ടുമുട്ടുന്നത് വരെ, ഖാലിദീന ഫീഹ എന്ന് പറയുന്നത് വരെ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. ആമീൻ. ഈ ദുനിയാവിന് നിന്റെ ദീനിന്റെ മാർഗത്തിലല്ലാതെ നിന്നെ ധിക്കരിക്കുന്ന ഒരവസ്ഥയിലും ഞങ്ങളെ നീ ആക്കില്ല അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. നാളെ പരലോകത്ത് യഥാർത്ഥ വിജയിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഒരിക്കലും നരകത്തിന്റെ ഒരു അംശം പോലും നമ്മൾ ഒരാളെ അല്ലാഹു നീ അനുഭവിപ്പിക്കരുത്. താങ്ങാനുള്ളൊരു ശക്തിയോ ഒന്നുമില്ല. അല്ലാഹു നശിച്ചു പോകും ഞങ്ങള്. റബ്ബേ, നിന്റെ കാരുണ്യാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം. സ്വീകരിക്കണം അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. أقول قولي هذا وأستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. اللهم ارزقنا الإخلاص والثبات وحسن الخواتيم. السلام عليكم ورحمة الله وبركاته. جزاكم الله خير. وعليكم السلام ورحمة الله وبركاته. آمين وإياكم. جزاكم